റംസാൻ വിശേഷങ്ങളുമായി റംസാൻ മുബാറക്. റംസാൻ നാളുകളിലെ അത്താഴമുട്ടികൾ കാലത്തിന്റെ കുത്തൊഴുക്കിൽ കാലഹരണപ്പെട്ടു. തിരിച്ചുവരവിന്റെ ആവശ്യമില്ലാത്ത നാമാവശേഷമായെങ്കിലും ചരിത്രത്തിന്റെ ഏടുകളിൽ ഇവരുടെ തിളക്കത്തിന് മങ്ങലേറ്റിട്ടില്ല. റംസാൻ പുലർവേളകളിൽ ഭക്ഷണം കഴിക്കാൻ സമയമായെന്ന് വിശ്വാസികളെ മുട്ടിപ്പാടി അറിയിച്ചിരുന്നവരാണ് അത്താഴം മുട്ടികൾ. റംസാൻ പിറന്നാലുടൻ ഇവർ നാട്ടുവഴികളിലിറങ്ങി വരവറിയിക്കും. ഭക്ഷണത്തിന്റെ സമയമായി ഉണർന്നോളൂവെന്ന് ഇവർ വീടുകൾക്ക് മുന്നിലെത്തി ഉച്ചത്തിൽ മുട്ടിപ്പാടും. വീടിനകത്ത് വെട്ടം തെളിഞ്ഞാൽ വീട്ടുകാർ ഉണർന്നെന്ന ഉറപ്പിൽ ഇവർ അടുത്ത വീട് ലക്ഷ്യമാക്കും. വാച്ചുകളും അലാറം സംവിധാനങ്ങളും പ്രചാരത്തിൽ ഇല്ലാതിരുന്ന കാലത്ത് വിശ്വാസി സമൂഹത്തിന് ഇവർ വലിയൊരു അനുഗ്രഹമായിരുന്നു. ചന്ദ്രദിശ നോക്കിയാണ് ഇവർ അത്താഴം മുട്ട് ആരംഭിക്കാനുള്ള സമയം കണക്കാക്കിയിരുന്നത്. അത്താഴം കഴിക്കുന്നതിന്റെ സമയപരിധി അവസാനിക്കുന്ന സുബഹി ബാങ്ക് വരെ ഇവർ വീടുകളിൽ നിന്ന് വീടുകളിലേക്കുള്ള ഓട്ടമാണ്. വൈദ്യുതി വ്യാപകമാകുന്നതിന് മുമ്പ് പന്തവും പെട്രോൾ മാക്സുമായാണ് നാട്ടുകാരെ വിളിച്ചുണർത്താൻ ഇവർ വീടുകളിലെത്തിയിരുന്നത്. ഉച്ചഭാഷണിക്ക് മുമ്പ് തകരപ്പാട്ടയിലും അറബനയിലുമാണ് നാടുനീളെ ഇവർ മുട്ടിപ്പാടിയിരുന്നത്. 10 പേർ വരെയുള്ള സംഘമായും ഒറ്റയ്ക്കും അത്താഴം മുട്ടുന്നവർ ഉണ്ടായിരുന്നു. അത്താഴക്കാക്കമാർ എന്നറിയപ്പെട്ടിരുന്ന ഇവർക്ക് നാട്ടിൽ പ്രത്യേക പരിഗണനയായിരുന്നു. പാരമ്പര്യമായി ഈ രീതി പിന്തുടരുന്നവരും ദൂരദിക്കുകളിൽ പോയി അത്താഴം മുട്ടുന്നവരും ഉണ്ടായിരുന്നു. 27-ാം രാവിനോടനുബന്ധിച്ച് ഇവർ പകൽ സമയത്ത് വീടുകളിലെത്തും. വീട്ടുകാർ പണം, നെല്ല്, അരി, തേങ്ങ, വസ്ത്രം തുടങ്ങിയവ സമ്മാനിക്കും. ശവ്വാൽ മാസപ്പിറവി ദൃശ്യമാകുന്നതോടെ പെരുന്നാളിന്റെ വിളംബരമായി തക്ബീർ മുഴക്കി ഇവർ യാത്രയാകും. അത്താഴം മുട്ടികൾ നാട്ടിൽ നിന്ന് അപ്പാടെ അപ്രത്യക്ഷമായതായി സാമൂഹിക പ്രവർത്തകൻ ഷറഫുദ്ദീൻ മുനക്കക്കടവ് പറഞ്ഞു. അത്താഴം കഴിക്കാൻ വേണ്ടി അത്താഴം മുട്ടികളായിട്ട് അത്താഴം വിളിക്കുന്ന ഒരു ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും സുഖനിദ്രയിലാവുന്ന പാതിരാത്രിയിൽ അവര് വാച്ചോ സംവിധാനങ്ങൾ ഇല്ലാത്ത കാലഘട്ടത്തിൽ പോലും ചന്ദ്രന്റെ നായികകൾ മനസ്സിലാക്കിയാണ് സമയം മനസ്സിലാക്കി അവർ ആളുകളെ വിളിച്ചു നിർത്തിയിരുന്നത്. ഇന്ന് ആ സംവിധാനങ്ങളൊക്കെ ഇല്ലാതായി. അതിനുശേഷം പിന്നീട് മുട്ടുംവിളി സംഘവും ചെറിയൊരു കാലയളവിൽ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് പുതിയ യുഗത്തിൽ മൊബൈൽ ഫോണുകളും അലാറം സംവിധാനങ്ങളും വന്നതോടുകൂടെ ഈ അത്താഴ മുട്ടികൾ നമ്മുടെ നാട്ടിൽ നിന്ന് പൂർണ്ണമായും ഇല്ലാതാവാൻ ഉണ്ടായിരിക്കുന്നത്. TCV ഗുരുവായൂർ.